നമുക്ക് ഈ ബിസിനസ് വേണ്ട. എന്താ കാര്യം? നെർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. സ്വർണമോ മറ്റുള്ള സാധനങ്ങൾ പോലെയല്ല മയക്കുമരുന്ന്. ഇറ്റ്സ് എ കില്ലർ ഡ്രഗ്. ആളെ കൊല്ലി. ലക്ഷക്കണക്കിന് ആളുകളുടെ ശാപം ഏൽക്കേണ്ടി വരും. എന്ത് ലാഭം കിട്ടിയാലും നമ്മൾ ഈ ബിസിനസ് ചെയ്യില്ല. കള്ളക്കടത്തുകാരനും കരിഞ്ചന്തക്കാരനും സമൂഹത്തോട് എന്ത് ബാധ്യതയാണുള്ളത്? എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കാൻ നേരത്താ അവന്റെ ഒരു ആദർശം. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കിയാൽ മതിയെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. മാമ പണി ചെയ്യാം. ശരിയാ, ഡീസന്റ് കാര്യം. ഒരാൾ ഒരു പ്രപ്പോസലും കൊണ്ടുവന്നു, നിന്നോട് അഭിപ്രായം ചോദിച്ചു. നിനക്കിഷ്ടമില്ലാത്ത എനിക്കും വേണ്ട. എനിക്കല്ല, നമുക്ക് വേണ്ട. വേദനിച്ചോ? നോ, లేదండి. മരവിച്ചു പോയി, മരത്തുപോയണ്ടേ. അവനോടുള്ള ദേഷ്യം തീർത്തതാ. അവന് കിട്ടേണ്ടതായിരുന്നു. എന്നാലും കിട്ടിയത് എനിക്കാണല്ലോ. എടാ ചാണക്യ, ഈ സാഗറിന് എന്താ ഒരു മാറ്റം? അവൻ നന്നാവാൻ തീരുമാനിച്ചോ? എനിക്കത് നേരത്തെ തോന്നിയതാ. ഒരുത്തൻ നന്നാവുന്നതും നശിക്കുന്നതും പെണ്ണ് കാരണമാണെന്ന് കേട്ടിട്ടില്ലേ? ഇവിടെ സംഭവിച്ചിരിക്കുന്നു അതാ. അന്ന് വീക്കിലി ന്യൂസ് വന്നതിനെ കുറിച്ച് അവളോട് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോ എന്താ ജാക്കി പറഞ്ഞത്? പോട്ടേന്ന്. അതിന് അവനെ കുറിച്ചല്ലേ ന്യൂസ് വന്നത്? അതെ. അതുകൊണ്ട് ആർക്കാ നഷ്ടം? ജാക്കി എവിടെ ആർക്കറിയാം? അതിലെന്താ എഴുതിയിരുന്നത്? അധോലോക നേതാവും കള്ളക്കടത്തുകാരനുമായ ജാക്കിയുടെ സഹായം കൊണ്ട് മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു. അപ്പൊ നാണക്കേട് ആർക്കാ? അച്ഛന്. നീ നൈന. പിന്നെന്തിനാ അവൻ എതിർക്കുന്നു? പോട്ടെ എന്ന് പറയാമല്ലോ. ശേഖരൻ കുട്ടിക്ക് അറിയാമോ, ആ പെണ്ണ് എപ്പോ നോക്കിയാലും അവന്റെ വീട്ടിൽ തന്നെ. താൻ കണ്ടോ? കണ്ടോന്നോ? അന്ന് അവനെ വിളിക്കാൻ അവന്റെ വീട്ടിൽ ചെന്നില്ലേ? അന്ന് ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. എന്ത് കളിയും ചിരിയും ആയിരുന്നു രണ്ടുപേരും കൂടി. ഞാനൊരുത്തൻ അവിടെ നിപ്പുണ്ടെന്ന വിചാരമേ അവർക്കില്ല. ശേഖരൻകുട്ടി, തനിക്ക് ശക്തിയേ ഉള്ളൂ, ബുദ്ധിയില്ല. അത് അവന്റെ കയ്യില്ല. അവൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ ബിസിനസ് വേണ്ടെന്ന് വെച്ചാൽ അതിന്റെ നഷ്ടം ആർക്കാ? തനിക്കും കോശിക്കും. ആരാടാ ബിസിനസ് വേണ്ടാന്ന് വെച്ചത്? ശേഖരൻകുട്ടിക്ക് ബുദ്ധി ഉണ്ടോന്ന് കാണിച്ചു കൊടുക്കാം.